യുവജന നായകൻ, ഹരിത വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെ ദാർശനിക ചിന്തകളുടെ അലുക്കുകൾ കൊണ്ട് ചാർത്തപ്പെട്ട സംഘാടകൻ സാദിഖ് അലി സാഹിബും തീഷ്ണമായ നിരീക്ഷണ പാഠവും ചിന്താബന്ധുരമായ വർത്തമാനവും കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ നിസാർ അഹമ്മദ് സാറും നമ്മോട് സംവദിക്കുന്നു. ആദ്യമായി ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ നിസാർ അഹമ്മദ് സാർ നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഈ വേദിയിൽ ഒരുമിച്ച് ചേർന്നിട്ടുള്ള SKSSFൻ്റെ ആദ്യകാല പ്രവർത്തകന്മാരെ, നേതാക്കന്മാരെ, SKSSFൻ്റെ ഇപ്പോഴത്തെ ഭാരവാഹികളെ, പ്രവർത്തകന്മാരെ, അതോടൊപ്പം ഈ ചടങ്ങ് വീക്ഷിക്കാനും ശ്രവിക്കാനും ഇവിടെ എത്തിയിട്ടുള്ള നല്ലവരായ ദീനീ വിശ്വാസികളെ, മുസ്ലിം സമൂഹത്തിൻ്റെ നല്ലവരായ ഉമറാക്കളെ, ഉസ്താദുമാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ റസൂല് കല്യാണം കഴിച്ചത് 25-ാം വയസ്സിലാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ആ ഒരു സ്കെയിലിൽ വെച്ച് നോക്കുമ്പോൾ ഇന്ന് SKSSFൻ്റെ കല്യാണമാണ്. വയസ്സ് തികയ്ക്കുന്ന ഈ സംഘടന കഴിഞ്ഞ 25 വർഷം ഏത് രീതിയിൽ പ്രവർത്തിച്ചു, എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പലരുടെയും ഓർമ്മകളുടെ രൂപത്തിലും പലരുടെയും അഭിപ്രായങ്ങളുടെ രൂപത്തിലും നമ്മൾ കേട്ടു. അപ്പം നമുക്കതിൽ മനസ്സിലാകുന്നത് മറ്റ് പല സംഘടനകളെയും പോലെയല്ല, ദാരിദ്ര്യത്തെ തോൽപ്പിച്ചിട്ടാണ് നമ്മൾ വിജയിച്ചത്. ദാരിദ്ര്യത്തെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കണ്ണുനീരിനെയും ദാരിദ്ര്യത്തിനെയും തോൽപ്പിക്കുക, അത് അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പടച്ചവൻ സമ്പത്ത് കൂടുതൽ നൽകി ഈ സംഘടനയെ പരീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഈ ഒരു സംഘടന 25 വർഷം തികച്ച രീതിയെ അവലോകനം ചെയ്താൽ ഒരുപാട് നല്ല പ്രവണതകൾ SKSSFകാർ ഒരുപാട് നല്ല പ്രവണതകൾക്ക് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. അതോടൊപ്പം ഒരല്പം നമുക്ക് തിരുത്താൻ കഴിയുന്ന, തിരുത്തേണ്ടതായ ചില കാര്യങ്ങൾ ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത്, ഞാൻ വിഷയത്തിൽ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന് സ്വന്തമായ ഒരു അജണ്ട വേണം എന്നുള്ളതാണ്.
അതായത് നമ്മുടെ സംഘടന SKSSF എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പ്രസ്താവിക്കണം എന്ന് മറ്റുള്ള സംഘടനകൾ തീരുമാനിക്കുന്ന സംഘടനയ്ക്ക് പുറത്തുള്ളവർ, സമസ്തയല്ല ഉദ്ദേശിക്കുന്നത്. സമസ്ത നമ്മുടെ പാരന്റ് ഓർഗനൈസേഷനാണ്. SKSSFനെ പ്രകോപിപ്പിച്ച് ഒരു പ്രസ്താവന ഇറക്കുക അല്ലെങ്കിൽ ഒരു പ്രവർത്തനം നടത്തിക്കുക, അങ്ങനെയുള്ള പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും SKSSFകാർ യൂണിറ്റ് തലം മുതൽ സംസ്ഥാന തലം വരെ വീഴരുത്. കാരണം അങ്ങനെ വീഴുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് ഈ കഴിഞ്ഞ 25 വർഷം നമ്മൾ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച ആ നട്ടെല്ലാണ്, ആ അന്തസ്സാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് ഈ സംഘടനയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ്. ഈ കഴിഞ്ഞ 25 വർഷം വളരെ ശ്രദ്ധേയമായ 25 വർഷങ്ങളാണ്. ലോകത്തും ഇന്ത്യയിലും കേരളത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലും ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു കാലയളവാണ് ഈ കടന്നുപോയത്. അപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം ഇടയിലും മോഡറേറ്റായ അല്ലെങ്കിൽ വളരെ മിതത്വമുള്ള ഒരു സാമൂഹിക പ്രതികരണ രീതി SKSSF ശീലിച്ചിരുന്നു. അതാണ് ഈ 25 വർഷത്തെ SKSSFൻ്റെ ഏറ്റവും വലിയ നേട്ടം, മിതത്വം. ആ മിതത്വം കൈവിടാൻ SKSSFകാർ പലപ്പോഴും തയ്യാറായിട്ടുണ്ട്, മിതത്വം കൈവിടാൻ. പക്ഷേ അള്ളാഹുവിൻ്റെ സഹായത്താൽ, അള്ളാഹുവിൻ്റെ വലിയ പണ്ഡിതന്മാരുടെ സംരക്ഷണം ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്കെപ്പോഴും ആ ഒരു മിതത്വം ഒരു ചങ്ങല പോലെ നമ്മളെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. എന്നാൽ ആ മിതത്വത്തിൻ്റെ പേരിൽ നമുക്ക് നമ്മുടെ പ്രതികരണശേഷി കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ പ്രതികരണശേഷി കുറയാതെ മിതത്വം കാണിക്കാം എന്ന് മുസ്ലിം സമൂഹത്തിന് നമ്മൾ കാണിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയാണ് SKSSFൻ്റെ കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയാവുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും, സഹോദര സംഘടനകളുടെ അടുത്തുനിന്ന് മത്സരിക്കുമ്പോൾ പ്രകോപനങ്ങൾ കിട്ടും, പ്രലോഭനങ്ങൾ കിട്ടും. അപ്പോൾ അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അങ്ങനെ ഒരു സംഘടനാ ദൗർബല്യം SKSSFന് ഉണ്ടാവാൻ പാടില്ല. കാരണം അത് നമ്മുടെ പണ്ഡിതന്മാരുടെ അന്തസ്സിനെതിരാണ്. അപ്പോൾ ഇന്നത്തെ ഈ സെഷൻ്റെ പേര് പൈതൃകം എന്നാണ്. സത്യത്തിൽ അതിലും നല്ലൊരു സെഷന് പേരിടാൻ കഴിയില്ലായിരുന്നു. കാരണം നമുക്ക് പൈതൃകം മാത്രമേ ഉള്ളൂ, നമുക്ക് പൈതൃകം മാത്രമേ ഉള്ളൂ. നല്ല പണ്ഡിതന്മാരുടെ അന്തസ്സ് നമുക്ക് ഓശാരമായിട്ട് പൈതൃകം കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. നല്ല പണ്ഡിതന്മാരുടെ നേതൃത്വം, അവരുടെ നേതൃത്വ അനുഭവങ്ങൾ, ജീവിതാനുഭവങ്ങൾ നമുക്ക് ഓശാരമായിട്ട് പൈതൃകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് പൈതൃകം നഷ്ടപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട രാങ്ങാട്ടൂർ സാഹിബ് പറഞ്ഞ പോലെ ഒരു പക്ഷേ ഒരു 10-15 വർഷത്തിന് ശേഷം 40-ാം വർഷം ആഘോഷിക്കുന്ന നമ്മൾ
ഒരുപക്ഷെ അന്ന് 40 വർഷം ആഘോഷിക്കാൻ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ഇരിക്കുന്നുണ്ട്. അത് മദ്യപാനിയെ അല്ലാതാക്കുക, അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു തനിമയുള്ള ദഅവത്ത് പ്രവർത്തനം, അതും നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ അരികാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ ട്രെൻഡ്, ഇബാദ്, ഇതൊക്കെ നമ്മുടെ പുതിയ സംഘടനാ മുഖങ്ങളാണ്. പോസിറ്റീവായ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സംഘടനാ മുഖങ്ങളാണ്. ട്രെൻഡിനും ഇബാദിനും പുറകിൽ പ്രവർത്തിക്കുന്നവരെ അള്ളാഹു സഹായിക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെട്ട് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. പലതരം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ട് റിസോഴ്സ് ഇല്ലായ്മ അതിലും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മഹല്ലുകളിൽ അംഗീകാരമില്ലായ്മ. നമ്മുടെ SKSSFൻ്റെ മിക്കവാറും ബേസ് യൂണിറ്റുകൾക്ക് മഹല്ലുകളുടെ അംഗീകാരം കിട്ടുന്നില്ല, അവരെ പരിഗണിക്കുന്നില്ല. ഇത് വളരെ സത്യസന്ധമായിട്ട് നമ്മളെല്ലാ യൂണിറ്റുകളും അന്വേഷിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു കാര്യമാണിത്. നമ്മൾ ഇത് സംസ്ഥാനതല നേതൃത്വം അതിനുവേണ്ടി ശ്രദ്ധ ചെലുത്തണം. അതായത് SKSSFൻ്റെ യൂണിറ്റുകൾക്ക് നമ്മുടെ മഹല്ലുകളിൽ, സമസ്തയുടെ മഹല്ലുകളിൽ സ്വീകാര്യത കിട്ടണം. ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനശേഷി നശിച്ചു പോവും, പ്രവർത്തനശേഷി ദുരുപയോഗം ചെയ്യപ്പെട്ടു പോവും, പ്രവർത്തനശേഷി ഉപയോഗം ചെയ്യപ്പെടാതായി പോവും. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അനുമതി കൊടുക്കുക, അംഗീകാരം കൊടുക്കുക, സ്പേസ് കൊടുക്കുക. നമ്മുടെ യൂണിറ്റ് ലെവലിലുള്ള പല SKSSF പ്രവർത്തകരും വലിയ നിരാശയിലാണ്. അവർക്ക് സ്പേസ് കിട്ടാത്തതിൽ, എൻകറേജ്മെൻറ്റ് കിട്ടാത്തതിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരു പ്രവർത്തിക്കാൻ തയ്യാറുള്ളൊരു സമൂഹം റെഡിയായി നിന്നിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ അവസരം കിട്ടാതെ അവരുടെ ആ ഒരു മൂർച്ച ഉപയോഗപ്പെടുത്താൻ പറ്റാതെ അവർക്ക് പിന്മാറേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിരാശ, ആ നിരാശ പിന്നീട് അതൊരു നെഗറ്റിവിറ്റിയായി മാറും. അത് ഒരുതരം സമുദായത്തോടുള്ള ഒരു അതൃപ്തിയായി പോലും മാറപ്പെടും എന്നുള്ളത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. അത് സംഘടനാ ഭാരവാഹികൾ, പണ്ഡിതന്മാരും ദയവേത് പരിഗണിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ SKSSF അല്പം കൂടെ വലിയ ഒരു സാന്നിധ്യമായി മാറണം. ജീവിത പ്രശ്നങ്ങളിൽ, മാനവ പ്രശ്നങ്ങളിൽ എല്ലാം സമൂഹം അന്വേഷിക്കുന്ന ഒരു പ്രതികരണം SKSSFൻ്റെതായിരിക്കണം. സമൂഹം പ്രതികരണം അന്വേഷിച്ചെത്തുന്ന ഒരു നിലവാരത്തിലേക്ക് ജീവിത പ്രശ്നങ്ങളിലും മാനവിക പ്രശ്നങ്ങളിലും SKSSF നിലപാടെടുക്കണം. ആരും പേടിക്കണ്ട. നമുക്ക് മുസ്ലിം സമൂഹത്തോട് മാത്രമാണ്, സുന്നി സമൂഹത്തോട്, പണ്ഡിത സമൂഹത്തോട് മാത്രമാണ് ബാധ്യത. ബാക്കി SKSSFന് ബാധ്യതയില്ല. പിന്നെ നമ്മളീ പറഞ്ഞ ജീവിത പ്രശ്നങ്ങളിലും മാനവിക പ്രശ്നങ്ങളിലുമെല്ലാം ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ എടുക്കുമ്പോൾ സത്യത്തിൽ അതൊരു ദഅവത്തായി മാറുകയാണ്. അപ്പം അങ്ങനെ ഒരു കുറച്ച് ഡൗട്ട് ആളുകൾക്കുണ്ടാവും. അപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ നിലപാട് പറഞ്ഞാൽ നമ്മൾ ജമാഅത്ത് ഇസ്ലാമിയായി പോവുമോ?
അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രശ്നം പറഞ്ഞാൽ LDF ആയി പോവുമോ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ള ജീവിത നിയമ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ സമൂഹം അന്വേഷിച്ചു വരുന്ന ഒരു പ്രതികരണം SKSSFൻ്റെതാവണം. അതിനോളം യോഗ്യമായ പഠിച്ചവതരിപ്പിക്കപ്പെടുന്ന അഭിപ്രായങ്ങൾ SKSSFൻ്റെ അടുത്ത് നിന്നുണ്ടാവണം. അതിന് SKSSFൻ്റെ പ്രവർത്തകരെ കഴിവുറ്റവരാക്കണം. അതിനുള്ള ധിഷ്ണ അവർക്ക് നൽകണം. അതിനുവേണ്ടി വായിക്കാനുള്ള കഴിവ്, കോച്ചിങ് ഒക്കെ അവർക്ക് കൊടുക്കണം. അങ്ങനെ ഇതുവരെ ഈ കഴിഞ്ഞ 25-നേക്കാൾ നല്ല ഒരു 25 ഇനി വരുന്ന 25 ആയിരിക്കണം എന്നും കൂടെ ഞാൻ ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. ഇനി ഇൻഷാ അല്ലാഹ് പലതും വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ 1500-ാം ജന്മദിനം വരുന്നുണ്ട്, നമുക്ക് ആഘോഷിക്കണം. SKSSFൻ്റെ തന്നെ 40-ാം വാർഷികം വരുന്നുണ്ട്, നമുക്ക് ആഘോഷിക്കണം. 25 മുതൽ 40 വരെ 2029 ഫെബ്രുവരി 19-ാം തീയതി അന്ന് 40-ാം വാർഷികം ആഘോഷിക്കുന്ന നമുക്ക് കേരളത്തിന് കൊടുക്കാൻ, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് കൊടുക്കാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ തൗഫീഖോടുകൂടി 40-ാം വാർഷികത്തിൽ SKSSFകാരായ 2 IASകാരെയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പദവിയിൽ എത്തിച്ച് അള്ളാഹു നമുക്ക് കാണിച്ചു തരട്ടെ. അങ്ങനെ ഒരു ക്രിയാത്മകമായ, ഭാവനാസമ്പന്നവും ക്രിയാത്മകവുമായ ഒരു സമീപനം, ഒരു സംഭാവന അടുത്ത 15 വർഷത്തേക്ക് നമുക്ക് നൽകാം. അതിനുവേണ്ടി ഈ കഴിഞ്ഞ 25 വർഷം കഷ്ടപ്പെട്ടതിൻ്റെയും കരഞ്ഞതിൻ്റെയൊക്കെ ഒരു ഗുണം നമുക്ക് ഇനിയുള്ള 15 വർഷം കിട്ടട്ടെ. നമ്മുടെ കണ്ണീരിൽ സത്യസന്ധത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ജയിച്ചു നിൽക്കുന്നത്. ഇനി ഏതായാലും നമുക്ക് 40-ാം വാർഷികത്തിന് കാണാം. അസ്സലാമു അലൈക്കും. അടുത്തതായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി സാഹിബ് സംസാരിക്കുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാന്യനായ അധ്യക്ഷൻ, അഭിവന്ദ്യരായ ഉസ്താദുമാർ, സദസ്സിലുള്ള SKSSFൻ്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഞാനും നിങ്ങളും അതിയായ സന്തോഷം പങ്കുവെക്കുന്ന ആഹ്ലാദകരമായ ഒരു മുഹൂർത്തമാണ് ഇത്. ഈ സംഘടന 25 വർഷമായിരിക്കുന്നു. ഇങ്ങനെയൊരു സെഷനിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് പ്രിയങ്കരനായ ഓണംപള്ളി എന്നെ ക്ഷണിക്കുമ്പോൾ പുറത്തുനിന്ന് നോക്കിക്കാണുന്ന ഒരാൾ എങ്ങനെയാണ് ഞങ്ങളുടെ സംഘടനയെ വിലയിരുത്തുന്നത്, അങ്ങനെ വിലയിരുത്തുകയും വേണ്ടുന്ന വിമർശനങ്ങൾ നടത്തുകയും വേണമെന്നാണ് എന്നോട് പറഞ്ഞത്. വിലയിരുത്തേണ്ടതുണ്ട്, പക്ഷെ വിമർശനങ്ങൾ നടത്താൻ മാത്രം
ഈ സാത്വിക വിദ്യാർത്ഥി സമാജം ഒരു ചെയ്തിട്ടില്ല എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഞാൻ നിങ്ങളുടെ ഈ വീട്ടിലെ ഒരു അംഗമാണ്. അഭിനന്ദനായ നാട്ടിക ഉസ്താദിൻ്റെ ദർസിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ കാര്യങ്ങൾ, SKSSFൻ്റെ കാര്യങ്ങൾ എൻ്റെ വീട്ടുകാര്യം പോലെയാണ്. ഒരു വീട്ടുകാരൻ്റെ വാക്കുകളായിട്ട് വേണം എൻ്റെ വാക്കുകളെ നിങ്ങൾ പരിഗണിക്കേണ്ടത്. നമ്മൾ 25 വർഷം പൂർത്തിയായിരിക്കുന്നു. വലിയ ലക്ഷ്യങ്ങളുള്ള ഒരു സംഘടനയാണ്. എല്ലാത്തിലും ഉപരി കേരളത്തിലെ മുസ്ലിം ജമാഅത്തിൻ്റെ അനുഗ്രഹമായി അള്ളാഹു അവരോധിച്ചിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുടെ വിദ്യാർത്ഥി സംഘമാണ്. സമസ്ത ഈ സമുദായത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. പണ്ഡിതന്മാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പണ്ഡിതന്മാരുടെ ഒരു സംഘമാണ് സമസ്ത മുഷാവറ. ആധികാരികമായി മതവിധികൾ, ഫത്വകൾ പുറപ്പെടുവിക്കാൻ കഴിയുന്ന, അതിനെ എല്ലാവരും ഒരുപോലെ അനുസരിക്കുന്ന ഒരു ഉസ്താദിൻ്റെ സാമീപ്യം ഒരു അനുഗ്രഹമായി കരുതുന്ന, ഇപ്പോൾ തന്നെ ഈ വേദിയിൽ നിന്ന് പോയ സാദിഖ് മുസ്ലിയാരെ ഒന്നും കൈകൊടുക്കാൻ അങ്ങനെയുള്ള ഒരു പണ്ഡിതന്മാർ, അത് ഈ സമുദായത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗമാണ്, അതിൻ്റെ പോഷക സംഘടനയാണ് സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ. 25 വർഷത്തെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, കനൽപദങ്ങൾ താണ്ടിയിട്ടുണ്ട്, ദാരിദ്ര്യത്തിൻ്റെ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ നിറവിലാണ്, പൂർണ്ണ തികവിലാണ്. ഈ സംഘടനയെ മറികടക്കാൻ മാത്രം മറ്റൊരു പ്രസ്ഥാനമില്ല എന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും. പക്ഷെ അത്തരമൊരു മുഹൂർത്തത്തിൽ ഭാവിയിലെ 25 വർഷത്തെക്കുറിച്ച് എൻ്റെ പ്രിയ സ്നേഹിതൻ നിസാർ സെയ്ദ് നിങ്ങളെ ഉണർത്തി. നമുക്ക് കൃത്യമായ ലക്ഷ്യം വേണം, കൃത്യമായ അജണ്ട വേണം, കൃത്യമായ പരിപാടികൾ വേണം. ഞാനൊരു യുവജന സംഘടനാ പ്രവർത്തകനാണ്. SKSSFനെ വിലയിരുത്തുന്നതിനുള്ള അധികാരമോ അർഹതയോ എനിക്കൊരിക്കലുമില്ല. ഒരു സംഘടന നൽകുന്ന പിൻബലമാണ് എന്നെ നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നത്. ആ യുവജന സംഘടനാ പ്രവർത്തകൻ എന്ന നിലയിൽ, ആ സംഘടനയുടെ യുവാക്കളെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ മുമ്പിലുള്ള യുവജന സമൂഹത്തെ, എൻ്റെ സംഘടന ഏത് വിഭാവിതമായ ലക്ഷ്യത്തിലേക്കാണോ രൂപം കൊണ്ടത്, അതിൻ്റെ ആശയമെന്ത്, അതിൻ്റെ ആദർശമെന്ത്, അതിൻ്റെ ആദർശ നായകന്മാരാരാണ്, അവരെ മുൻനിർത്തിക്കൊണ്ട് പുതിയ കാലത്തേക്ക് ആ ആദർശത്തിന് പുതിയ ഭാഷ്യം ചമച്ച് ആ ലക്ഷ്യത്തിലേക്ക് യുവജന സമൂഹത്തെ വഴി നടത്തുകയാണ് എൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു യുവജന സംഘടനയുടെയും ഉത്തരവാദിത്തം അങ്ങനെയാണ്. ഏതൊരു രാഷ്ട്രീയ യുവജന സംഘടനയുടെയും ഉത്തരവാദിത്തം അങ്ങനെയാണ്. എല്ലാ രാഷ്ട്രീയ സംഘടനയ്ക്കും, എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ആദർശമുണ്ട്, ആദർശ നായകന്മാരുണ്ട്. ആ ആദർശ നായകന്മാരുടെ ആദർശത്തിലേക്കും സംഘടനയുടെ ആ ആദർശത്തിലേക്കും പുതിയ തലമുറയെ വഴി നടത്താൻ കഴിയുമ്പോഴാണ് യുവജന വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പ്രവർത്തനം അർത്ഥപൂർണമാക്കുന്നത്. ആ അർത്ഥത്തിൽ SKSSFും ഒരു പോഷക പ്രസ്ഥാനമാണ്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ സമൂഹത്തിന് അനുഗ്രഹമായി അള്ളാഹു നിലനിർത്തി പോകുന്ന ഒരു പണ്ഡിത സഭയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗം. ഭൂമിയിലെ പണ്ഡിതന്മാർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ്. ഭൂമിയിലെ പണ്ഡിതന്മാർ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാണ്. കരയിലും കടലിലും ഇരുൾ പരക്കുമ്പോൾ ആ നക്ഷത്രങ്ങളാണ് മാർഗദർശനം നൽകുന്നത്. നക്ഷത്രങ്ങൾ മാഞ്ഞുപോയാൽ മാർഗവിഭ്രംശം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അനസ് ഇബ്നു മാലിക്കിന്റെ സഹിഹായ ഒരു ഹദീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആ പണ്ഡിതന്മാരാണ് നമ്മളെ നയിക്കുന്നത്. നാളെയും ഈ പണ്ഡിത സമൂഹം ഉണ്ടാകണ്ടേ?
അങ്ങനെ ഉണ്ടാകുന്നതിനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വിലയിരുത്തുന്നു. അവിടെ ലക്ഷ്യത്തെ കൃത്യമായി നിർണയിക്കാൻ നമുക്ക് കഴിയണം. ഇമാം ഗസാലി 55 വർഷമാണ് ജീവിച്ചത്. 1058 ജനിച്ച ഇമാം ഗസാലി 1111 ഈ ഭൂമിയിൽ നിന്ന് വിട പറയുന്നത്. ഇമാം ഗസാലി പ്രധാന അധ്യാപകനായ സർവകലാശാലയാണ് ബാഗ്ദാദിലെ നിസാമിയ സർവകലാശാല. ആ സർവകലാശാല സൽജൂക്ക് രാജവംശത്തിലെ മാലിക് ഷാ രാജാവായിരിക്കുന്ന കാലത്താണ് സ്ഥാപിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധനായ മന്ത്രിയാണ് നിസാമുൽ മുൽക്ക് തൂസി. ആ നല്ലവനായ മന്ത്രി രാജ്യത്തിന്റെ പൊതു ഖജനാവിലെ മഹാഭൂരിപക്ഷം സമ്പത്തും ചെലവഴിച്ചത് വൈജ്ഞാനിക ആവശ്യങ്ങൾക്കായിരുന്നു. ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ, ജനങ്ങൾക്ക് അറിവ് നൽകാൻ, എല്ലാ വിജ്ഞാനത്തിന്റെയും അടിത്തറയായ ഇൽമ്, മനുഷ്യ വിജ്ഞാനത്തിന്റെ ആകെ തുകയായ ആത്യന്തികമായ ഒരു അറിവ്, ആ അറിവിലേക്ക് ജനതയ്ക്ക് മാർഗസഞ്ചാരം ഒരുക്കാനാണ് നിസാമുൽ മുൽക്ക് തൂസി രാജ്യത്തിന്റെ പൊതു ഖജനാവിലെ മഹാഭൂരിപക്ഷം തുകയും ചെലവഴിച്ചത്. ഒരു ദിവസം മന്ത്രി മാലിക് ഷാ നിസാമുൽ മുൽക്ക് തൂസിയെ എന്ന മന്ത്രിയെ വിളിച്ചുകൊണ്ട് രാജാവായ മാലിക് ഷാ ഒരു ദിവസം അദ്ദേഹത്തോട് ചോദിച്ചു, അല്ലയോ പ്രിയപ്പെട്ട മന്ത്രി, താങ്കൾ താങ്കളുടെ പൊതു ഖജനാവിൽ നിന്ന് ചിലവഴിക്കുന്ന പണം, സമ്പത്ത്, അത് വൈജ്ഞാനിക ആവശ്യങ്ങൾക്കാണ് ചിലവഴിക്കുന്നത്. പക്ഷെ ആ സമ്പത്ത് സൈനിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ചിലവഴിച്ചിരുന്നതെങ്കിൽ, രാജ്യത്തെ സൈന്യത്തെ സജ്ജമാക്കാനാണ് ചിലവഴിച്ചിരുന്നതെങ്കിൽ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്നതിന് നമുക്ക് കഴിയുമായിരുന്നു. മാലിക് ഷാ തന്റെ പ്രിയപ്പെട്ട മന്ത്രിയോട് പരിഭവപ്പെട്ടപ്പോൾ അതിന് മറുപടിയായി മാലിക് ഷാ പറഞ്ഞത്, നിസാമുൽ മുൽക്ക് തൂസി പറഞ്ഞത്, അല്ലയോ രാജാവേ, അങ്ങ് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് സൈനിക ആവശ്യങ്ങൾക്കാണ് നമ്മുടെ ഖജനാവിലെ പണം വിനിയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ സജ്ജമാക്കുന്ന സൈന്യത്തിന്റെ അസ്ത്രം, ശരം, അത് അല്പദൂരം മാത്രമാണ് എത്തുക. പക്ഷെ നാം വൈജ്ഞാനിക ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുന്ന തുകയിലൂടെ സജ്ജമാക്കുന്ന പണ്ഡിത സൈന്യത്തിന്റെ അസ്ത്രം അത് ആകാശത്തിനും അപ്പുറത്തേക്ക് എത്തും. അങ്ങനെയാണ് നിസാമുൽ മുൽക്ക് തൂസി മറുപടി പറഞ്ഞത്. ആ നിസാമുൽ മുൽക്ക് തൂസി സ്ഥാപിച്ച നിസാമിയ സർവകലാശാലയിലെ പ്രധാന അധ്യാപകനാണ് 34-ാം വയസ്സിൽ ഇമാം ഗസാലി. എന്റെ പ്രിയപ്പെട്ട SKSSF പ്രവർത്തകരെ, നിങ്ങൾക്ക് പ്രചോദനമാകേണ്ടത്, നിങ്ങൾക്ക് വഴി നടത്താൻ പ്രേരകമാകേണ്ടത് 55 വർഷം മാത്രം ജീവിച്ച ആ മഹാപണ്ഡിതനാണ്. എത്ര ഗ്രന്ഥങ്ങളാണ് നമ്മുടെ പള്ളി ദർസുകളിൽ ഉള്ളത്? ആ മഹാന്റെ ഗ്രന്ഥങ്ങൾ 55 വയസ്സ് ഒരു യൗവന കാലഘട്ടമാണ്. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഈ വിനീതൻ 43-ാം വയസ്സിലാണ്. എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രായം നിങ്ങളൊന്ന് അനുകരിക്കുക, ഒന്ന് ആലോചിക്കുക. ഇനിയൊരു ഇമാം ഗസാലി ഉണ്ടാകുമോ എന്നത് വളരെ വലിയ ചോദ്യമാണ്. പക്ഷെ നമ്മൾ നിരന്തരം പ്രയത്നിക്കണ്ടേ, നിരന്തരം പ്രവർത്തിക്കണ്ടേ, നിരന്തരം അതിനുവേണ്ടി അധ്വാനിക്കണ്ടേ? SKSSF നിർവഹിക്കേണ്ട ഒരു മഹാദൗത്യം അതാണെന്ന് ഓണയിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. സംഘടനയെ പ്രസ്ഥാനവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചവർ നമുക്ക് മുന്നിലുണ്ട്. നേരത്തെ ആ അഭിശബ്ദമായ കാലഘട്ടത്തെക്കുറിച്ച്, സന്ദർഭത്തെക്കുറിച്ച് നിങ്ങളെല്ലാവരും നമ്മളിവിടെ ഷെയർ ചെയ്തതാണ്. ആ സന്ദർഭം എനിക്കും ഓർമ്മയുണ്ട്. സമസ്ത കേരള ജമിയത്ത് ഉലമ ഒരു പ്രസ്ഥാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ആധികാരിക പണ്ഡിത സമയമാണ്. അതിന്റെ കീഴിൽ ആയിരക്കണക്കിന് മഹല്ലുകളുണ്ട്, അതിന്റെ കീഴിൽ ആയിരക്കണക്കിന് മദ്രസകളുണ്ട്. ഒരു മഹാ ജനസഞ്ചയം, ഒരു സമൂഹമാണ്, ഒരു ഉമ്മത്താണ് അതിന്റെ പിറകിലുള്ളത്. അതൊരു പ്രസ്ഥാനമല്ല. അതിനെ പ്രസ്ഥാനവൽക്കരിക്കാൻ നോക്കിയപ്പോ അതിന് രാഷ്ട്രീയം കലർത്താൻ ശ്രമിച്ചവരെയാണ് അത് എത്ര വലിയവനായാലും പുകഞ്ഞ പുള്ളി പുറത്ത് എന്ന രീതിയിൽ സമസ്യയിൽ നിന്ന് പുറത്താക്കിയത്. അത് നിങ്ങൾ ഓർക്കണം. അതാണ് സംഘടനയല്ല ആത്യന്തികമായി ലക്ഷ്യം. സംഘടനയുടെ ലക്ഷ്യമാണ് പ്രധാനം. ഒരു സൂഫി കഥ കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ 10 മിനിറ്റ് അനുവദിച്ച ഈ സമയത്തിലെ ഈ സംസാരം ഞാൻ ചുരുക്കുകയാണ്. ഇബ്ലീസിന്റെ അടുക്കൽ ശിഷ്യന്മാർ വന്ന് പരാതിപ്പെട്ടു. നാട്ടിൽ ഒരു സൂഫി ജനിച്ചിട്ടുണ്ട്, വിലായത്ത് ലഭിച്ച ആളാണ്, ഒരു സൂഫി വര്യനാണ്. ആ സൂഫിയുടെ ഒരു ദർശനം മതി. എല്ലാ ആളുകളും നേരിന്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. നമുക്ക് വഴിപിഴപ്പിക്കാൻ ആരെയും കിട്ടുന്നില്ല. ഇബ്ലീസിനോട് അനുയായികൾ പറഞ്ഞു. അതിന് ഇബ്ലീസ് പറഞ്ഞ മറുപടിയുണ്ട്. നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട, നിങ്ങൾ ഒട്ടും പ്രയാസപ്പെടേണ്ട. ആ പുരുഷനുണ്ടല്ലോ, ആ സൂഫി വര്യൻ
ജനങ്ങൾക്ക് ദർശനം നൽകുമ്പോൾ ഒരു നിമിഷം കൊണ്ട് ജനങ്ങൾ സന്മാർഗത്തിൽ പോകുന്ന ആ സൂഫി വര്യൻ, അദ്ദേഹം കുറച്ചു കാലമേ ഉള്ളൂ. അദ്ദേഹം മരണപ്പെടും. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഒരു സംഘടനയുണ്ടാക്കും. ആ സംഘടന പ്രസ്ഥാനമാകും. ആ സംഘടനയെ സ്ഥാപനവൽക്കരിക്കും. ആ സംഘടനയുടെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകും. ആ സംഘടനയാണ് അവർക്ക് പരമപ്രധാനം. ഭൗതികമായ കാര്യങ്ങളിൽ അവരാറാടും. ആ ശിഷ്യന്മാർ മത്തി നമുക്ക് വഴിപിഴപ്പിക്കാനുള്ള ധാരാളം മാർഗങ്ങൾ തെളിഞ്ഞു വരും. SKSSF അങ്ങനെ പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അങ്ങനെ പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ടപ്പോ അവരെ നേരത്തെ പറഞ്ഞതുപോലെ മാറ്റി നിർത്താനുള്ള ആർജവം ഈ സംഘടനയുടെ സൂഫിവര്യന്മാരായ സാത്വികന്മാരായ പണ്ഡിത പ്രഭുക്കൾ കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓർക്കണം. അത് നമ്മൾ ഓർത്തുകൊണ്ട് നമ്മുടെ ദൗത്യത്തിലേക്ക് ഇനിയും പോകണം. ഞാനൊരു യുവജന രാഷ്ട്രീയ പ്രവർത്തകനാണ്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് എന്റേത്. നിങ്ങളും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അന്തസ്സാർന്ന ഒരു സമൂഹം, റബ്ബിനെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന ഒരു സമൂഹം, ഖൈറ ഉമ്മ, അതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി വേണ്ടുന്ന സംഭാവനകൾ ചെയ്യേണ്ട, വേണ്ടുന്ന കോൺട്രിബ്യൂഷൻ നടത്തേണ്ട, നമ്മളെല്ലാവരും ചേർന്ന് പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു നല്ല ഉമ്മത്തിന് വേണ്ടി നിലകൊള്ളേണ്ട ഒരു കൂട്ടായ്മയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. എൻ്റെ ഈ വാക്കുകൾക്ക് ചിലപ്പോൾ മറുവാദങ്ങൾ ഉണ്ടാകാം. ഞാനൊരു തർക്കത്തിന് വേണ്ടി പറഞ്ഞ വാക്കുകളല്ല. ഞാൻ നിങ്ങളിലൊരുവനായി ഈ സംഘടനയെ ഏറ്റവും നല്ല സ്നേഹിക്കുന്ന ഉമ്മത്തിന് വേണ്ടി നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകൾ അത് നിങ്ങളെ ഉണർത്തുകയാണ് ചെയ്തത്. മറുവാദങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാനോ അതിനുവേണ്ടി സമയം കളയുകയോ അല്ല നമ്മുടെ ദൗത്യം. ഇത് നിങ്ങൾ ഒരു പുതിയ എൻ്റെ ഒരു വിനീതന്റെ ഒരു അഭ്യർത്ഥന മാത്രമായി, അങ്ങനെ ഒരു ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ള, മനസ്സാക്ഷിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം, മനസ്സാക്ഷിയോട് നീതി പുലർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം മാത്രമായി കാണണം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഈ സമൂഹത്തിന്റെ ഉയർച്ചയും വളർച്ചയും ലോകത്തിന് മാതൃകയാകും വിധം അന്തസ്സാർന്ന ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ ഈ മലയാളക്കരയിലെ മുസ്ലിം ഉമ്മത്തിനെ വഴി നടത്താൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ സെഷനിലെ സമാപന പ്രഭാഷണം SKSSF സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മമ്മൂട്ടി മാസ്റ്റർ തരുവണ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദു. വേദിയെ ധന്യമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിൽ ഉപവിഷ്ടരായ സമാദരണീയരായ പണ്ഡിത മഹത്തുക്കളെ, ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പഠനാർഹവും ചിന്താർഹവുമായ ഒരു സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. 1989 ഫെബ്രുവരി മാസം 10-ാം തീയതി ലോകത്തിന് തന്നെ അത്ഭുതകരമായ വളർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന SKSSF എന്ന പ്രസ്ഥാനത്തിന് വിത്ത് പാകുകയും വളമിട്ട് കൊടുക്കുകയും വെള്ളമൊഴിച്ചു കൊടുക്കുകയും അത് മുളച്ചു വരുന്നത് സാഹൂതം നോക്കിക്കാണുകയും എല്ലാവിധ ക്ഷുദ്രജീവികളെ തൊട്ടും അതിനെ പരീക്ഷിക്കുകയും അത് വളർന്ന് വലുതായി അതിൽ നിന്ന് ഫലം കൊയ്യുന്നത് കാണുമ്പോൾ ആത്മനിർവൃതി കൊള്ളുകയും ചെയ്യുന്ന ഇതിന്റെ മഹാരഥന്മാരായ മുൻകാല നേതാക്കന്മാർ അവർ കടന്നു വന്ന കനൽപദങ്ങൾ അനുസ്മരിച്ചപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണുകൾ ഈറൻ അണിയുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഈ മഹത്തായ പ്രസ്ഥാനത്തെ പുറമേ നിന്ന് നോക്കിക്കാണുകയും ഇതിന്റെ വളർച്ചയിൽ നമ്മളോടൊപ്പം തന്നെ കൂട്ടുനിന്നുകൊണ്ട് വളരെയധികം നല്ല സംഭാവനകൾ സമർപ്പിക്കാൻ ആവശ്യമാകുന്ന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത ഇതിന്റെ ബഹുമാന്യരായ പ്രഭാഷകന്മാർ, അവരെല്ലാവരും സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ക്രോഡീകരിക്കുവാനാണ് എൻ്റെ 5 മിനിറ്റ് ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. കാലം ദാഹിച്ച് കാത്തിരുന്ന അനിവാര്യതയുടെ സൃഷ്ടിയായിരുന്നു 1989 ഫെബ്രുവരി മാസം 19-ാം തീയതി ഈ കേരളക്കരയിൽ പിറന്നു വീണത്. കടന്നു വന്നത് കനൽപദങ്ങളിലൂടെയായിരുന്നില്ല, എന്നിട്ടും കനകം വിളയിക്കാൻ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് സാധിച്ചു. ഭൗതിക പ്രമത്തത ബാധിച്ച അഭിനവ പണ്ഡിത വേഷധാരികൾക്ക് കണ്ണിലെ കരടായും സമുദായത്തെ ശൈഥില്യ മേഖലയിലേക്ക് വഴിതെറ്റിക്കാൻ ശ്രമിച്ച നവീനവാദികൾക്കും കള്ളത്തൊരീക്കത്തുകൾക്കും അതിശക്തമായ തിരുത്തായും
മുസ്ലിം അമുസ്ലിം ഭേദമന്യേ ജനകോടികളുടെ ഹൃദയാന്തരാലത്തിലെ സുവർണ നക്ഷത്രമായി പരിലസിക്കുവാൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഈ പ്രിയപ്പെട്ട പഞ്ചാക്ഷരിക്ക് സാധിച്ചു. സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലെ മഹാസംഗമം കൊണ്ടാടുന്ന ഈ സമയത്ത് അഭിമാനത്തോടെ അല്പം അഹങ്കാരത്തോടെ ഞങ്ങൾ സൂചിപ്പിക്കട്ടെ, 24 വയസ്സുള്ള എൻ്റെ മകന്റെ 40ാം ബർത്ത്ഡേ ആഘോഷം എറണാകുളത്ത് ആഘോഷിച്ചു തീരുമ്പോഴേക്കും SKSSF എന്ന സംഘടന വിറച്ച് ചത്തുപോകും എന്ന് പറഞ്ഞ കറാമത്തിന്റെ നാവാണെന്ന് കുഞ്ഞാടുകൾ വിശ്വസിക്കുന്ന മാന്യദേഹത്തോട് ഞങ്ങൾ സമർക്കന്തിന്റെ മക്കൾ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ചില ആളുകൾക്ക് വിറയൽ ബാധിച്ചിട്ടുണ്ട്. നിങ്ങൾ കർണാടകയിലും കേരളത്തിലും വിദേശ നിർമ്മിത വാഹനങ്ങളിലൂടെ ഊരു ചുറ്റുന്നതിനിടയിൽ പോകാൻ മറന്നുപോയ ഒരു ഇടമുണ്ട്, കുറ്റ്യാടി. ആ കുറ്റ്യാടിയിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ചില ആളുകൾക്ക് വിറയൽ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് വേഷധാരികളെ കാണുമ്പോൾ വിറയൽ ബാധിക്കുന്നു, പാവപ്പെട്ട പ്രിയപ്പെട്ട കുട്ടികളെ കാണുമ്പോൾ വിറയൽ ബാധിക്കുന്നു, കുട്ടികൾ ഊതുവീർപ്പിച്ച് കളിക്കുന്ന ബലൂൺ കാണുമ്പോൾ പോലും വിറയൽ ബാധിക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഈ ധാർമ്മിക പഠനയെ നയിക്കുന്നത് കാറ്റുപോയ ബലൂൺ പോലെയുള്ള നേതാക്കന്മാരല്ല, ഓന്തിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുന്ന നായകന്മാരുമല്ല. പകരം രക്തത്തിലും പാരമ്പര്യത്തിലും ശരീരത്തിലും മനസ്സിലും ചെളിയുടെ ചേറിന്റെ കലർപ്പേശിയിട്ടില്ലാത്ത പാരമ്പര്യത്തിന്റെ 40ാമത്തെ കണ്ണി കൊടപ്പനക്കൽ തറവാട്ടിലെ അസർമുല്ലപ്പൂ പുഞ്ചിരിയുടെ സ്വന്തം ഉടമ അസയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നയിക്കുന്ന മഹത്തായ SKSSF ഇതാ നിങ്ങൾ പറഞ്ഞ കാലവും കഴിഞ്ഞ് ഒരുപാട് കാലം പിന്നിടുമ്പോൾ ശുഭ്ര സാഗരം കണക്കെ വരുന്ന 22-ാം തീയതി സായം സന്ധ്യക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് തൃശൂരിലെ സമർക്കന്തിൽ ഉജ്ജ്വലമായ മഹാസാഗരം തീർക്കുമ്പോൾ ആരാണ് വിറച്ച് ചത്തത് എന്ന് മനസ്സിലാക്കുവാൻ നിങ്ങളെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ രാജ്യത്തിന്, ഈ സമുദായത്തിന്, ഈ സമൂഹത്തിന് ഇന്നേ വരെ ഒരു പ്രസ്ഥാനത്തിനും ഒരു സംഘടനയ്ക്കും സമർപ്പിക്കാൻ കഴിയാത്ത അത്ര മൂല്യങ്ങൾ സമർപ്പിക്കുന്ന നിർവൃതിയിൽ ഞങ്ങളെല്ലാവരും ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളെയും സ്നേഹത്തോടെ അഭിമാനത്തോടുകൂടെ ക്ഷണിക്കുന്നു. ഈ മഹത്തായ പ്രൗഢമായ സെഷൻ വളരെ സന്തോഷ നിർഭരമായ രൂപത്തിൽ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കൃതജ്ഞത രേഖപ്പെടുത്തുവാനുണ്ട്. എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സെഷൻ ധന്യമാക്കുവാൻ സമർക്കന്തിന്റെ വിളിയാളം കേട്ടുകൊണ്ട് പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയ മഹാനായ സ്വാദിഖ് ഉസ്താദ് അവർകൾ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതോടൊപ്പം തന്നെ ഈ മഹത്തായ സെഷൻ നിയന്ത്രിച്ച ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, OKM കുട്ടി ഉമരി, സലീം എടക്കര വളരെ പ്രൗഢമായ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് കാലികമായ രൂപത്തിൽ ഒരുപാട് ചിന്തകൾക്ക് തിരികൊളുത്തി നമ്മോട് സംവദിച്ച ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നവാസ് നിസാർ, പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, മുസ്ലിം യുവചേതനയുടെ പ്രിയപ്പെട്ട നേതാവ് PM സ്വാദിഖ് അലി, അഭിവന്ദനായ CH ത്വയ്യിബ് ഫൈസി, സിദ്ദീഖ് നദ്വി ചേറൂർ, പ്രിയപ്പെട്ട സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, K മോയിൻകുട്ടി മാസ്റ്റർ, ഷാഹുൽ ഹമീദ് മേൽമുറി, അബു മൗലവി അമ്പലക്കണ്ടി, MP മുഹമ്മദ് മുസ്ലിയാർ കടുങ്ങല്ലൂർ, ഷറഫുദ്ദീൻ മൗലവി